ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർ കാത്തിരിക്കുന്ന 16ാമത്തെ ഗഡു വിതരണ തീയതിയും തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും എത്തിയിരിക്കുന്നതിന്റെ സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. രാജ്യത്തെ കോടിക്കണക്കിന് അതുപോലെ കേരളത്തിലെ 25 ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതിനുള്ള പ്രത്യേക ക്യാമ്പുകളും പ്രവർത്തനങ്ങളും ഫെബ്രുവരി 21 വരെയുണ്ടെന്ന് മുൻ വീഡിയോകളിലൂടെ അറിയിച്ചിരുന്നു. അക്കൗണ്ടിൽ പിഴവുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് തുടങ്ങുവാനും കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇതിനെല്ലാമുള്ള സമയം ഇപ്പോൾ പിന്നിടുകയും 16ാമത്തെ ഗഡു വിതരണത്തിനായി PM കിസാൻ നിധി പോർട്ടൽ അപ്ഡേറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്ക് തുക നൽകുവാൻ പോവുകയാണ്. 2000 രൂപ മുതൽ 8000 രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുവാൻ പോകുന്നത്. മുൻ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർക്കാണ് 4000 മുതൽ 8000 രൂപ വരെയൊക്കെ എത്തിച്ചേരുന്നത്. 15 ഗഡുക്കളും ലഭിച്ചവർക്ക് 16ാമത്തെ ഗഡുവായ 2000 രൂപ ഒരു തടസ്സവുമില്ലാതെ അക്കൗണ്ടിൽ എത്തിച്ചേരും. 16ാമത്തെ ഗഡു വിതരണം കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. വരുന്ന ബുധനാഴ്ച കർഷകരുടെ അക്കൗണ്ടിലേക്ക് തുക എത്തും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 4 മാസങ്ങളിലെ ഗഡുവാണ് 28-ാം തീയതി എത്തിച്ചേരുന്നത്. കഴിഞ്ഞ 2 ഗഡുക്കളും 4-ാം മാസത്തിലായിരുന്നു എത്തിയിരുന്നെങ്കിൽ 16ാമത്തെ ഗഡു 3-ാം മാസത്തിന്റെ അവസാനം തന്നെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന സന്തോഷ വാർത്തയാണ് കേന്ദ്ര സർക്കാർ PM കിസാന്റെ ഔദ്യോഗിക പോർട്ടലിലൂടെ അറിയിച്ചിരിക്കുന്നത്. PM കിസാന്റെ വിതരണ തീയതി പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ തുക വിതരണം തീർച്ചയായും ഉണ്ടാകുമെന്നാണ് മുൻകാലത്തെ 15 ഗഡുക്കളുടെയും വിതരണ അനുഭവം. ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര സർക്കാർ തുക നൽകുന്നത്. DBT സംവിധാനം, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പ്രധാനമന്ത്രിയുടെ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കർഷകർക്കെല്ലാം അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറ്റം ഒരേ സമയം നടക്കും. ആധാർ അധിഷ്ഠിത വിതരണ രീതി ആയതിനാൽ കിസാൻ സമ്മാൻ നിധിയിൽ നമ്മൾ നൽകിയ അക്കൗണ്ടുകളിലേക്ക് തന്നെ തുക എത്തിച്ചേരണമെന്നില്ല. അതിനുശേഷം നമ്മൾ തുടങ്ങിയ മറ്റ് സേവിങ്സ് അക്കൗണ്ടുകൾ, അതായത് വായ്പ എടുക്കുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ആയി തുടങ്ങിയവയിൽ, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നിങ്ങളുടെ ഏത് സേവിങ്സ് അക്കൗണ്ടിലാണോ ആധാർ അപ്ഡേറ്റ് ആയത് ആ അക്കൗണ്ടിലേക്കാണ് മിക്കവാറും തുക എത്തിച്ചേരുക. അതിനാൽ തന്നെ സ്ഥിരം തുക എത്തുന്ന അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കേണ്ടതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് കേന്ദ്ര സർക്കാർ തുക അയക്കുന്നതെങ്കിലും ഏതാണ്ട് 9 കോടിയോളം പേർക്ക് തുക വിതരണമുള്ളതിനാൽ ബാച്ച് ആയിട്ടാണ് പല സമയങ്ങളിലും ബാങ്കുകൾ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യുന്നത്. ബാങ്കിംഗ് സംവിധാനത്തിലെ തിരക്ക് കുറക്കുന്നതിന് വേണ്ടിയാണ് ഇത്. അതിനാൽ 28-ാം തീയതി കേന്ദ്ര വിതരണം നടത്തിയാലും ചില അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആകുവാൻ 1-2 ദിവസം കൂടി ഇപ്പോൾ എടുക്കാറുണ്ട്. കേരളത്തിലെ 25 ലക്ഷത്തോളം പേർക്കാണ് ഈ കേന്ദ്ര സഹായം എത്തുന്നത്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകും.